പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ശാലോം ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ വളരെ ഭാഗ്യത്തോടു കൂടി തന്നെയാണ് ദൈവവചനത്തിന് നിഴലിലായിരിക്കുക. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവമക്കളായി വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ മക്കളായി വിളിക്കപ്പെട്ടതായ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടത് ദൈവിക ഇഷ്ടങ്ങളാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ, അങ്ങനെ ദൈവ ഇഷ്ടങ്ങളെ നിവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തോട് അചഞ്ചലമായ ഒരു സ്നേഹബന്ധത്തെ പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ ആ സ്നേഹം എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് ചിന്തിക്കുവാൻ ഇന്നത്തെ ഈ ദിവസം ഉപയോഗപ്പെടുത്തുവാനായിട്ട് ഇടയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതിന് ഒരു ചെറിയ ദൈവവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ളതായ വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ ഇപ്രകാരം വായിക്കുവാനായി സാധിക്കുന്നുണ്ട്. യവനായുടെ മകനായ ശമൂവനെ, ഇവരേക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇവിടെ വളരെ മനോഹരമായിരിക്കുന്നതായ ഈ വേദഭാഗത്ത് യേശുമ്പുരാൻ ഉയർത്തിയതിനു ശേഷം ശമോൻ പത്രോസിനോട് ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്, യവനായുടെ മകനായ ശമൂവനെ, ഇവരേക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നു. അതിന് വളരെ മനോഹരമായി തന്നെ പത്രോസ് ശ്ലീഹ മറുപടി പറയുന്നുണ്ട്, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മോട് ഓരോരുത്തരോടും ദൈവമായ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ലോകത്തേക്കാൾ അധികമായി, നിൻ്റെ ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ, ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളൊരു ചോദ്യം നമ്മോടും ദൈവമായ കർത്താവ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മോടൊന്ന് ചോദിക്കുവാൻ സാധിക്കണം, ഞാൻ എത്രത്തോളം എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കറിയാം, 3.5 വർഷക്കാലം യേശുമ്പുരാൻ്റെ കൂടെയായിരുന്ന് അവൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിലെല്ലാം കൂടെ നടന്നതായ പത്രോസ് ശ്ലീഹായുടെ സ്നേഹത്തെക്കുറിച്ച് യേശുമ്പുരാൻ അറിയാം. അങ്ങനെയുള്ളതായ പത്രോസിനെ അവിടെ യേശുമ്പുരാൻ തൻ്റെ ഉയർത്തിയതിന് ശേഷം ഉറപ്പിക്കുന്നതായ ഒരു സംഭവം കൂടിയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുക. ഈ സംഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം ഇപ്രകാരമാണ്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതായ പത്രോസിനെ യേശുമ്പുരാൻ ഈ വേദഭാഗത്തിൽ 3 പ്രാവശ്യം സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ ഉറയ്ക്കുന്നവരായി തീരുവാനായിട്ട് ഈ വചനങ്ങൾ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരമായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ പത്രോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ വരുവാനായിട്ട് ഇടയായിത്തീരുക? ഇതിനു മുമ്പ് ഈ ഒരു സമയത്ത് മാത്രമാണോ പത്രോസ് ശ്ലീഹ കർത്താവിനെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞത്? അല്ല, നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. മുമ്പ് അനേക സ്ഥലങ്ങളിൽ പരിശുദ്ധ പത്രോസ് ശ്ലീഹ യേശുമ്പുരാനോടുള്ള സ്നേഹത്തെ, അചഞ്ചലമായ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതായ അനേക ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 23-ാം വാക്യത്തിൽ, എൻ്റെ കർത്താവെ, അങ്ങയോടുകൂടെ കാരാഗൃഹത്തിനും മരണത്തിനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പത്രോസ് ശ്ലീഹ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, എൻ്റെ കർത്താവെ, അങ്ങയോടുകൂടെ കാരാഗൃഹത്തിനും മരണത്തിനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 29-ാം വാക്യം, എല്ലാവരും ബിരുദപ്പെട്ടാലും ഞാൻ ബിരുദപ്പെടുകയില്ല എന്ന് പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 13:37, എൻ്റെ കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ പിന്നാലെ വരുവാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ ജീവനെ ഞാൻ അങ്ങേക്കായി അർപ്പിക്കും. വളരെ മനോഹരമായി തന്നെ യേശുമ്പുരാനോടുള്ള സ്നേഹത്തെ പത്രോസ് ശ്ലീഹ വെളിപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 3 വാക്യങ്ങളിലൂടെ കാണാൻ കഴിയുന്ന കാര്യമാണ്. അതേപോലെ അനേക സംഭവങ്ങൾ പത്രോസ് ശ്ലീഹായുടെ സ്നേഹത്തെ വിളിച്ചോതുന്ന സംഭവങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായ പത്രോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ പിന്നീട് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പത്രോസ് ശ്ലീഹ തന്നെയാണ് യേശുമ്പുരാനെ തള്ളിപ്പറയുന്ന അനുഭവം ഉണ്ടായത്. ഇന്ന് നമ്മോടും ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും, ഞങ്ങളൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ദൈവത്തെ സ്നേഹിക്കാത്തവരാരും തന്നെ ഇല്ല. ഈ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വചനം കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. എന്നാൽ പത്രോസ് ശ്ലീഹ അന്ന് പറഞ്ഞു, അങ്ങയുടെ കൂടെ കാരാഗൃഹത്തിനും മരണത്തിനും വരെ ഞാൻ തയ്യാറാണ്. അങ്ങയുടെ കൂടെ എന്ത് ത്യാഗം സഹിക്കുവാനും
എന്തു മരണത്തിനാണെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞതായ പത്രോസ് ശ്ലീഹ എന്തുകൊണ്ടാണ് യേശുമ്പുരാനെ തള്ളിപ്പറയുവാനായിട്ടിടയായി തീരുക? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും ദൈവത്തേക്കാൾ അധികമായി മറ്റു പലതിനെയും സ്നേഹിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ലേ? എന്താണ് പത്രോസ് ശ്ലീഹായുടെ അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റുപറഞ്ഞലിന് തടസ്സമായി നിന്നതെന്ന് ചോദിച്ചാൽ, അവിടെ പത്രോസ് ശ്ലീഹ യേശുവിനെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ തന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ് ആ ജീവിതത്തിൽ യേശുമ്പുരാനെ തള്ളിപ്പറയുന്ന അനുഭവത്തിലേക്കുള്ള അടിസ്ഥാന കാരണമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുമ്പുരാൻ തള്ളിപ്പറയാൻ അടിസ്ഥാന കാരണം, യേശുമ്പുരാനെ തള്ളിപ്പറയാതിരുന്നാൽ ഒരുപക്ഷെ തൻ്റെ ജീവൻ നഷ്ടമാകുമോ എന്നുള്ള ഭയനിമിത്തം യേശുവിനേക്കാൾ കൂടുതൽ തന്നെ പത്രോസ് ശ്ലീഹ സ്നേഹിച്ചു എന്നതിൻ്റെ ഒരു ബാക്കിപത്രമാണ് ആ തള്ളിപ്പറച്ചൽ. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീഴ്ചകളുണ്ടാകുന്ന ചില സാഹചര്യങ്ങളിൽ നമുക്ക് കോട്ടം തട്ടുമെന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമ്മളും ദൈവത്തെ അറിഞ്ഞുമറിയാൻ തള്ളിപ്പറഞ്ഞിട്ടില്ലേ? ദൈവാലയത്തിൽ പോകുന്നതിന് മുടക്ക് വരുത്തിയിട്ടില്ലേ? പ്രാർത്ഥനയ്ക്ക് മുടക്ക് വരുത്തിയിട്ടില്ലേ? നമ്മളൊക്കെ ലക്ഷ്യം ആ കാര്യങ്ങളെക്കാൾ, ദൈവിക കാര്യങ്ങളെക്കാൾ പലപ്പോഴും നമ്മുടെ താല്പര്യങ്ങൾക്ക്, നമ്മുടെ വിനോദങ്ങൾക്ക്, നമ്മുടെ സംസാരങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ലേ എന്നുള്ളത് പരിശോധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ ഇവിടെ യേശുമ്പുരാനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം അവിടെ യേശുമ്പുരാൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പത്രോസ് ശ്ലീഹ വിളിച്ചു പറയുന്നതായ സമയത്ത് യേശുമ്പുരാൻ പത്രോസ് ശ്ലീഹയോട് പറയുന്നൊരു കാര്യം എങ്ങനെയാണ്? നീ എന്നെ തള്ളിപ്പറയുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ പത്രോസ് ശ്ലീഹ യേശുവിനെ തള്ളിപ്പറയുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2 പ്രാവശ്യം കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ഞാൻ തള്ളിപ്പറയുമെന്ന് പറയുന്നു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂകുന്ന കേൾക്കുന്നതായ സമയത്ത് പത്രോസ് ശ്ലീഹയുടെ മനസ്സിലേക്ക് യേശുമ്പുരാൻ പറഞ്ഞതായ വചനങ്ങൾ കടന്നു വരുന്നു. താൻ അത്രയേറെ സ്നേഹിച്ചതായ കർത്താവിനെ തള്ളിപ്പറഞ്ഞ കുറ്റബോധം പത്രോസ് ശ്ലീഹയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യം ഇങ്ങനെയാണ്. യേശുമ്പുരാനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന് ശേഷം പത്രോസ് ശ്ലീഹ നോക്കുമ്പോൾ അവിടെ കയ്യാപ്പായുടെ ആ ഭവനത്തിൽ നിന്ന് വിസ്താരം കഴിഞ്ഞ് കൊണ്ടുവരുന്നതായ യേശുമ്പുരാനെ കാണുന്ന സമയത്ത് യേശുമ്പുരാൻ അവനോട് നീ എന്തുകൊണ്ട് തന്നെ തള്ളിപ്പറഞ്ഞു എന്നൊന്നും ചോദിച്ചില്ല. നേരെ മറിച്ച് പത്രോസ് ശ്ലീഹയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ നോട്ടം പതിച്ചത് പത്രോസ് ശ്ലീഹയുടെ ഹൃദയത്തിലാണ്. പക്ഷേ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പത്രോസ് ശ്ലീഹയുടെ ജീവിത വ്യത്യാസം എന്ന് പറയുന്നത്, അതുവരെയും ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തെ യേശുമ്പുരാൻ സ്നേഹിക്കുന്നു, അവനോടുകൂടെ മരണത്തിന് പേർ തയ്യാറാണെന്ന് പറഞ്ഞതായ പത്രോസ് ശ്ലീഹ അതുവരെയും വാക്കിലാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആ സ്നേഹത്തേക്കാൾ കൂടുതൽ തന്നെ സ്നേഹിച്ചെങ്കിൽ പിന്നീട് പത്രോസ് ശ്ലീഹ തന്നേക്കാൾ അധികമായി യേശുമ്പുരാനെ സ്നേഹിക്കുവാൻ തയ്യാറാകുകയാണ്. ഇങ്ങനെ ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ആ തള്ളിപ്പറഞ്ഞതിന് ശേഷം യേശുമ്പുരാൻ്റെ നോട്ടമേറ്റതായ പത്രോസ് ശ്ലീഹയുടെ ഹൃദയം കലങ്ങുകയും അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുകയും അവൻ ആർത്തട്ടഹസിച്ച് കരയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് പത്രോസ് ശ്ലീഹ ഒരിക്കലും ചിരിച്ചിട്ടില്ല എന്ന് ഞാൻ അതിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. പത്രോസ് ശ്ലീഹ പിന്നെ ചിരിച്ചത് യേശുമ്പുരാന് വേണ്ടി മരണമേൽക്കുവാൻ തക്കവണ്ണം അവിടെ ചക്രവർത്തി മരണശിക്ഷ വിധിച്ചപ്പോഴാണ് പത്രോസ് ശ്ലീഹ ചിരിച്ചതെന്നാണ് ഞാൻ ഒരിക്കൽ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, പത്രോസ് ശ്ലീഹ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിൽ തൻ്റെ ജീവന് വേണ്ടി, ജീവൻ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി യേശുമ്പുരാനെ തള്ളിപ്പറഞ്ഞെങ്കിൽ പിന്നീട് പത്രോസ് ശ്ലീഹയുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുന്നത് സംതൃപ്തിയും സന്തോഷവുമാക്കി മാറ്റുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മോട് യേശുമ്പുരാൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവ് എന്ന് പറയുമ്പോൾ പത്രോസ് ശ്ലീഹയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ നിന്നോടുകൂടെ കാരാഗ്രഹത്തിനും മരണത്തിനും പേര് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ അവസരമല്ല. നേരെ മറിച്ച് പിന്നീട് ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ ജീവനെ പോലും ക്രിസ്തുവിന് കൊടുത്തതായ ആ ഒരു സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്കായിരിക്കണം നമ്മുടെ സ്നേഹം മാറേണ്ടത് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, പലപ്പോഴും നമ്മൾ ദൈവത്തേക്കാൾ അധികമായി നമ്മെ തന്നെ, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ താല്പര്യങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുകയാണ്. അതിന് മാറ്റമുണ്ടാകുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് ഇവിടെ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ദൈവേഷ്ടങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് ശ്രേഷ്ഠരായി ഈ ഭൂമിയിൽ ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോകുവാനായിട്ട് ഇടയായി തീരരുത്. പത്രോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ യേശുമ്പുരാനെ തള്ളി പറയുവാനുള്ള 1-2 കാരണങ്ങളുണ്ട്. അതൊന്ന് നമ്മുടെ ജീവിതവുമായി ചേർത്ത് വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത്, പത്രോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിൽ കാണുന്നതായ ഒരു പ്രത്യേകത, ഉറങ്ങുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 40-ാം വാക്യം പരിശോധിക്കുമ്പോൾ, പതിവ് പോലെ താൻ ഒലിവ് മലയിലേക്ക് പോയി
തൻ ശിഷ്യന്മാരും പിന്നാലെ പോയി. ഒരു സ്ഥലത്തെത്തിയപ്പോൾ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. ഒലിവുമലയിലേക്ക് ചെന്നിട്ട് ശ്ലീഹന്മാരോട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അടങ്ങിയതായ ശ്ലീഹന്മാരോട് കൂടെ പോയതായ യേശു തമ്പുരാൻ അവരോട് പറയുകയാണ്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. തുടർന്ന് 45-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്, പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ സമൂഹം യേശു തമ്പുരാൻ വന്നു, മനോവേദന മൂലം അവർ ഉറങ്ങുന്നതായിട്ട് കണ്ടു എന്നുള്ളത്. യേശു തമ്പുരാൻ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പത്രോസ്ലീഹ അടങ്ങുന്നതായ ശിഷ്യഗണത്തോട് പറഞ്ഞിട്ട് പ്രാർത്ഥിപ്പാൻ ദൂരെ മാറി നിന്ന് പ്രാർത്ഥിച്ചതായ കർത്താവ് പ്രാർത്ഥിച്ച് മടങ്ങി വരുന്ന സമയത്ത് ശ്ലീഹന്മാർ ഉറങ്ങുന്നവരായിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായ കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ലോകത്തിൽ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനായിട്ട് ഒരു ഉണർവ് നമുക്ക് ആവശ്യമാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഒരു ഉണർവ് ആവശ്യമാണ്. നമുക്കറിയാം, ദിനം പ്രതിയുള്ള നിമിഷം തോറുമുള്ള നമ്മുടെ ജീവിതത്തിൽ പലവിധമായ തെറ്റുകളിലേക്ക് നമ്മെ നയിക്കുവാൻ തക്കവണ്ണമായിട്ട് ഈ പാപങ്കലമായ ലോകത്ത് വിവിധങ്ങളായ ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആ പാപത്തിൽ, ആ ചെളിക്കുണ്ടിലേക്ക് നമ്മൾ പെട്ടുപോകാതിരിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണർവ് ആവശ്യമാണ്. ഉണർവില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഈ ചതിക്കുഴികളിൽ പെട്ടുപോകുവാനായിട്ടിടയായി തീരുമെന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ സ്ലീഹന്മാർ യേശു തമ്പുരാൻ പറയുന്നു പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ തിരികെ വരുന്ന സമയത്ത് ഉറങ്ങുന്നവരായിട്ട് കാണുകയാണ്. ഇന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിൽ എത്രത്തോളം ഉണർവിനെ പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് പല ആളുകൾക്കും ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്നൊരു സമയമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്താണ്. സന്ധ്യാപ്രാർത്ഥന നടത്തുന്ന സമയത്ത്, പ്രഭാത പ്രാർത്ഥന നടത്തുന്ന സമയത്ത്, ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത്, അപ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്നൊരു അനുഭവം. എത്ര മണിക്കൂറോളം മൊബൈൽ നോക്കിയിരുന്നാലോ TV കണ്ടിരുന്നാലോ നമുക്ക് ഉറക്കം വരണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി എന്നൊരു അനുഭവമാണ്. അത് എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ പ്രാർത്ഥനയോട് കാണിക്കുന്ന സ്നേഹക്കുറവ് തന്നെയല്ലേ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പത്രോസ്ലീഹ ആ കാലഘട്ടത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ യേശുവിനെ തള്ളിപ്പറയാവുന്നതായ ആ ചതിക്കുഴിയിലേക്ക് പെട്ടുപോകാതിരിക്കുമായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ തള്ളിപ്പറയാതെ അവനെ സ്നേഹിക്കുന്നവരായി നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പരീക്ഷയിൽ പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കണം. മത്തായി സുവിശേഷം 26-ാം അധ്യായം 40-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ കീപ്പായോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, ഒരു നാഴിക നേരം ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. ഇന്ന് നമ്മളോടും കർത്താവ് ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒരു നാഴിക പോലും ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവന് വേണ്ടി അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ, അവന് വേണ്ടി ഉണർന്നിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതായ കാര്യമാണ്. രണ്ടാമത്തെ പത്രോസ്ലീഹ യേശു തമ്പുരാൻ തള്ളിപ്പറയുവാൻ കാരണമായ രണ്ടാമത്തെ ഒരു കാരണമായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്. ഇവിടെ യേശു തമ്പുരാനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, പടയാളികൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നാലെ കയ്യേപ്പായുടെ അരമനയിലേക്ക് പോയതായ പത്രോസ്ലീഹ ആ അരമനയുടെ മുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരുന്ന ആളുകളുടെ മധ്യയിലേക്ക് ചെന്നിട്ട് അവരുടെ കൂടെ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തീ കായുന്ന പത്രോസ്ലീഹയെ നമുക്ക് കാണുന്നുണ്ട്. ഈ തീ കായലാണ് ഈ തള്ളിപ്പറച്ചിലിന് കാരണമായ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 56-ാം വാക്യം, ശമോൻ അവരുടെ ഇടയിൽ ഇരുന്നു, അവൻ തീ കാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഈ തണുപ്പ് സമയത്ത് തീ കായുവാൻ തക്കവണ്ണമായി ആളുകളുടെ ഇടയിൽ പോയിരിക്കുന്ന പത്രോസ്ലീഹായെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ആളുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. ആ ആളുകളെന്ന് പറയുന്നത്, അന്നത്തെ അവരുടെ സംസാര വിഷയമെന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. യേശുവിനെ അവൻ ചെയ്തതായ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ കയ്യപ്പായുടെ അരമനയിൽ മുറ്റത്തിരിക്കുന്ന ആളുകളാരും യേശു തമ്പുരാനെ കുറിച്ച് നല്ല പറയുന്ന ആളുകളല്ല. നേരെ മറിച്ച് ക്രിസ്തുവിൻ്റെ കുറ്റങ്ങളെ കണ്ടുപിടിക്കുന്ന, ക്രിസ്തു ചെയ്തതായ തെറ്റുകളെന്ന് അവൻ ചെയ്യുന്ന നന്മകളെ തെറ്റുകളായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ആളുകളുടെ മധ്യയാണ് അവിടെ പത്രോസ്ലീഹ ചെന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യമാണ്. ചില സ്ഥലത്ത് നമ്മൾ ചെന്നിരിക്കുന്ന ചില സ്ഥലങ്ങൾ, നമ്മൾ ചെന്ന് പെടുന്നതായ ചില സ്ഥലങ്ങൾ നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നതാണ്. ചില സ്ഥലങ്ങൾ, നമ്മുടെ കൂട്ടുകെട്ടുകൾ
നമ്മൾ ചെന്നിരിക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മെ ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ ഉതകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ വലിയ കാര്യം തന്നെയാണ്. യേശുമ്പുരാനെ കുറ്റം പറയുന്ന ആളുകളുടെ മധ്യേ ഇരുന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ പോലും ക്രിസ്തുവിനെ കുറിച്ച് അനുകൂലമായി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നീ അവൻ്റെ ശിഷ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ, നീ അവനോട് കൂടെ ഉള്ളവനാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പത്രോസ്ലീഹ യേശുമ്പുരാനെ തള്ളിപ്പറയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പത്രോസ്ലീഹ ഇരുന്നത് യേശുമ്പുരാനെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരു സംഘങ്ങളുടെ മധ്യയാണെങ്കിൽ അവിടെ പത്രോസ്ലീഹ പറഞ്ഞേനെ, ഞാൻ അവൻ്റെ ഒന്നാമത്തെ ശിഷ്യനാണ്, ഞാൻ അവൻ്റെ ശിഷ്യനാണ്, ഞാൻ അവൻ്റെ പ്രഥമ ശിഷ്യനാണ്, ശിഷ്യന്മാരിൽ നേതാവാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ചേനെ. അപ്പോൾ നമ്മൾ പെടുന്നതായ സാഹചര്യങ്ങൾ നമ്മളെ ജീവിതത്തെ തെറ്റിലേക്ക് നയിക്കുന്നതും അല്ലെങ്കിൽ നന്മയിലേക്ക് നയിക്കുന്നതിനും കാരണമായി തീരുന്ന കാര്യമാണ്. സിഡ്നി പോയിറ്റർ എന്ന് പറയുന്നതായ ഒരു പ്രഗത്ഭനായ വ്യക്തി പറഞ്ഞു വെക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങളുടെ ജീവിതം പ്രഭാത സവാരിക്ക് കൂടെ നടക്കുന്ന ആളെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ കൂടെ നടക്കുന്ന ആള് നിങ്ങളുടെ നടത്തത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുമെന്നാണ് പറയുക. നമുക്കറിയാം, പ്രഭാതത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ജീവിതശൈലി രോഗങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ട് രാവിലെ നടക്കാൻ പോകുന്ന, വൈകുന്നേരം നടക്കാൻ പോകുന്ന ആളുകളൊക്കെ ധാരാളമുണ്ട്. ഇപ്പോൾ റോഡിലൂടെയൊന്നും രാവിലെ കാലങ്ങളിൽ പോകാൻ വലിയ പ്രയാസമാണ്, കാരണം നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന രണ്ടുപേർ ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ ഈ കൂടെ നടക്കുന്ന ആളോട് സംസാരിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ നടക്കുക. അപ്പോൾ ഈ കൂടെ നടക്കുന്ന ആൾ സ്പീഡിൽ നടന്നാൽ നമ്മൾ സ്വാഭാവികമായും സ്പീഡിൽ നടക്കും. ആൾ വർത്തമാനമൊക്കെ പറഞ്ഞ് മെല്ലെ നടന്നാൽ നമ്മളും മെല്ലെ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ അല്ലെങ്കിൽ സവാരിയിൽ കൂടെ നടക്കുന്ന ആളുകളുടെ നടത്തത്തിൻ്റെ സ്പീഡ് പോലും നമ്മെ സ്വാധീനിക്കുമെന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തി എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന് പെടുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, അതൊക്കെ നമ്മെ യേശുവിനോട് അടുപ്പിക്കുന്നതും മാറ്റി നിർത്തുന്നതുമായ കാര്യമാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന, ക്രിസ്തുവിനെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരു സംഘത്തിലാണ് നമ്മൾ ചെന്നു ചേരുന്നതെങ്കിൽ നിശ്ചയമായും ക്രിസ്തുവിന് സാക്ഷികളായി മാറുവാൻ നമുക്ക് സാധിക്കും. നേരെ മറിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് കുറ്റം പറയുന്ന, ദൈവമില്ലെന്ന് പറയുന്ന, ദൈവത്തെ തള്ളിപ്പറയുന്ന സമൂഹത്തിലാണ് നമ്മൾ ചെന്നെത്തുന്നതെങ്കിൽ സ്വാഭാവികമായും നമ്മളും തള്ളിപ്പറയുന്നവരായി തീരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ആയതുകൊണ്ട് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അത് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റൊരു കാര്യം ഇങ്ങനെയാണ്, അവിടെ പത്രോസ്ലീഹ തീ കായുന്നതെന്ന് പറയുന്നത് തൻ്റെ ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ തണുപ്പിൻ്റെ അവസ്ഥയിൽ ചൂട് ലഭിക്കുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതായ കാര്യമാണ്. അങ്ങനെ ചൂട് ലഭിക്കുന്നതായ ആ ഒരു സുഖം തേടി, ശാരീരിക സുഖം തേടി പോകുന്നത് അവിടെ യേശുമ്പുരാനെ തള്ളിപ്പറയുന്നതിന് കാരണമായി തീർന്ന മറ്റൊരു സംഭവമാണ്. ഇന്ന് പലപ്പോഴും നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി സമയം ചിലവിടുന്നവരല്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശാരീരിക സുഖങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൻ്റെ ചില സുഖങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുമ്പോൾ, ക്രിസ്തുവിനെ മറന്നു മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരായി തീരുകയാണെന്നുള്ള ബോധ്യമുണ്ടാകണം. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളതായ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു യാത്ര നമ്മിൽ നിന്ന് മാറ്റി നിർത്തുവാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളിൽ മറ്റൊന്നാണ്. പിന്നീട് യേശുമ്പുരാനെ പത്രോസ്ലീഹ തള്ളിപ്പറയുന്നതിന് കാരണമായി തീരുന്ന ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പത്രോസ്ലീഹ യേശുമ്പുരാനെ ദൂരെ നിന്ന് പിൻപറ്റി എന്നുള്ളതാണ്. ദൂരെ നടന്നാണ് പിൻപറ്റിയത്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 54-ാം വാക്യം: അവർ തന്നെ പിടികൂടി മഹാപുരോഹിതൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ശമൂവോൻ അകലെ തൻ്റെ പിന്നാലെ ചെന്നു. ഈ യേശുമ്പുരാൻ്റെ അകലെ ഉള്ള പിൻപറ്റലാണ് പ്രധാനമായും ഇവൻ തീ കായാൻ പോകുന്നതിനും അല്ലെങ്കിൽ യേശുവിനെ തള്ളിപ്പറയുന്നതിനൊക്കെ കാരണമായി തീരുന്നതായ ഒരു സംഭവം എന്ന് പറയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ പത്രോസ്ലീഹ യേശുമ്പുരാൻ്റെ കൂടെയാണ് യാത്ര ചെയ്തെങ്കിൽ, യേശുമ്പുരാൻ്റെ കൂടെയാണെങ്കിൽ യേശുമ്പുരാൻ്റെ അടുക്കൽ നിന്ന് നോട്ടം മാറ്റുവാനോ അവൻ്റെ അടുക്കൽ നിന്ന് മാറുവാനോ പത്രോസ്ലീഹ കഴിയില്ലായിരുന്നു. നേരെ മറിച്ച് അവിടെ പത്രോസ്ലീഹ യേശുമ്പുരാനിൽ നിന്ന് ഒരുപാട് ദൂരെ പിൻപറ്റുമ്പോൾ ആ തീ കായുന്ന ആളുകളെ കാണുമ്പോൾ അങ്ങോട്ട് പോകുന്നതായ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എങ്ങനെയാണ്, നമ്മളും ഇന്ന് ദൈവത്തെ എങ്ങനെയാണ് പിൻപറ്റുന്നത്? നമ്മൾ ദൈവത്തോട് ചേർന്നാണോ അതോ ദൈവത്തിൽ നിന്ന് അകന്നാണോ
ആയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ദൈവത്തിൽ നിന്ന് അകന്നാണ് നാം ആയിരിക്കുന്നതെങ്കിൽ നിശ്ചയമായും ഈ ലോകത്തിൻ്റെ ഏത് തെറ്റുകളിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ വളരെ വലുതാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നാൽ ദൈവത്തിന് കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിശ്ചയമാണ് ദൈവ ഇഷ്ടങ്ങൾക്ക് അനുരൂപരായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം, ഏദന്റെ പർദീസായിൽ വെച്ച് ദൈവം ചോദിക്കുന്നതായ കാര്യം എങ്ങനെയാണ്? ആദമേ നീ എവിടെ? അതുവരെയും ഏദൻ തോട്ടത്തിലേക്ക് വരുന്നതായ ദൈവത്തിന് ആദാമിനെ അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പാപം ചെയ്തതായ തൻ്റെ നാണത്താൽ ലജ്ജ കൊണ്ട് മറഞ്ഞിരിക്കുന്നതായ ആദാമിനെ ദൈവം വിളിച്ചു ചോദിക്കുകയാണ്, ആദമേ നീ എവിടെ? അതുവരെയും ആദാമിനെ അന്വേഷിക്കേണ്ടി വരാത്തതായ ദൈവത്തിന് ആദാം പാപം ചെയ്തപ്പോൾ അവനെ അന്വേഷിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇന്ന് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ ജീവിതത്തിലെ പാപമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മളും പാപം ചെയ്യുന്നവരാണെങ്കിൽ നിശ്ചയമാണ് ദൈവത്തിൽ നിന്ന് നമ്മളൊക്കെ അകന്നിരിക്കും. അങ്ങനെ അകന്നിരിക്കുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് കൂടുതലായി തെറ്റിലേക്ക് നമ്മൾ വീണു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തെറ്റിലേക്ക് വീണു പോകാതെ വിശുദ്ധനായി ജീവിക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവുമായിട്ട് നമ്മൾ അടുത്താണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നിശ്ചയമാണ് പാപങ്ങൾ നമ്മിൽ നിന്ന് അകന്നു നിൽക്കും എന്നത് സംശയമില്ലാത്തതായ കാര്യം തന്നെയാണ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ യേശുമ്പുരാൻ്റെ കൂടെയാണ് പത്രോസ്ലീഹ നടന്നതെങ്കിൽ ഈ കുറ്റം പറയുന്ന ആളുകളുടെ അടുക്കിലേക്ക് പത്രോസ്ലീഹ പോകുന്നതിന് മുമ്പായിട്ട് കർത്താവ് വിളിച്ചേനെ, ശമോനെ നീ പോവല്ലേ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചേനെ. അത് വിളിക്കാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ കണ്ണെത്തും ദൂരത്തിന് അകലെയായിരുന്നു പത്രോസ്ലീഹ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ പിൻപറ്റേണ്ടത് അവനോട് ചേരെ ആയിരിക്കണം എന്നുള്ളതായ ഒരു ബോധ്യം കൂടെ നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയിലകപ്പെടാതിരിക്കാനുള്ള ഒരു ഉണർവും ഈ ലോകത്തിലെ നല്ല ദൈവത്തിന് സാക്ഷ്യം നൽകുന്ന ആളുകളുടെ ഇടയിലുള്ള വാസവും അതേപോലെ തന്നെ ക്രിസ്തുവിനെ ചേരയുമാണ് നമ്മൾ പിൻപറ്റുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവേഷ്ടങ്ങൾ ചെയ്ത് ദൈവത്തിന് മക്കളായി ജീവിക്കുവാൻ സാധിക്കും. നമ്മളൊക്കെ പരിശുദ്ധ മാമോദീസായിലൂടെ ദൈവത്തിന് മക്കളായി തീർന്നവരാണ്. ദൈവത്തിന് മക്കളായി നമ്മിലൂടെ പുറപ്പെടേണ്ടത് ദൈവത്തിൻ്റെ സൽഫലങ്ങളാണെന്നുള്ള ബോധ്യത്തോടു കൂടി ആ സ്നേഹത്തിൽ ഒന്നായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ നമുക്കറിയാം, പത്രോസ്ലീഹ യേശുമ്പുരാനെ തള്ളി പറഞ്ഞു. എന്നാൽ അത് പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ വലിയ കുറ്റബോധമായി മാറുകയും പിന്നീട് തൻ്റെ ജീവനെ തന്നെ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുന്നതായ പത്രോസ്ലീഹയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ ജീവിതത്തിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമെങ്കിലും അതിനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ താല്പര്യങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഏറ്റവും അധികമായി ദൈവത്തെ സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു ചിന്തയോടെ തീരുമാനത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവ് വീണ്ടും നമ്മോട് ചോദിക്കുന്നുണ്ട്. പത്രോസിനോട് അവിടെ കളപ്പുറത്ത് വെച്ചിട്ട് യേശുമ്പുരാൻ ചോദിക്കുന്നുണ്ട്, ശമോനെ ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഉവ്വ് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ്ലീഹ പറഞ്ഞതുപോലെ, പത്രോസ്ലീഹ ആദ്യം പറഞ്ഞ പോലെയുള്ള പറച്ചിലല്ല പിന്നീട് ഈ പറഞ്ഞ പറച്ചിലെന്ന് പറയുന്നത്, അതിലൊരു ദൃഢതയുണ്ടായിരുന്നു, അതിലൊരു ആഴമുണ്ടായിരുന്നു, അതിലൊരു ജീവനുണ്ടായിരുന്നു. ജീവനില്ലാതെ അല്ല, ഞാൻ സ്നേഹിക്കുന്നു എന്ന് വെറും വാക്കാലല്ല, ജീവനുള്ള വചനത്തോടെ ആത്മാവിൻ്റെ തീഷ്ണതയിൽ നിന്നുകൊണ്ട് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പത്രോസ്ലീഹ പിന്നീട് തൻ്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി യാഗമാക്കി തീർത്തെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ളതായ നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ കഴിയുന്ന, ദൈവത്തിന് വേണ്ടി സാക്ഷികളായി മാറുവാൻ കഴിയുന്ന, അനേകർക്ക് ക്രിസ്തുവിനെ കൊടുക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് ക്രൈസ്തവ ജീവിതം അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തുക എന്നുള്ളതായ ഒരു ബോധ്യം കൂടെ നമ്മൾ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുക. ഇന്ന് കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരം തന്നെയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമുക്കെന്ത് മറുപടി പറയാൻ കഴിയും? ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് എന്ത് മറുപടി പറയാൻ കഴിയും? കർത്താവ് നാം സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയവും കർത്താവിൻ്റെ ഹൃദയവും ഒന്നാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ ഹൃദയവും നമ്മുടെ ഹൃദയം ഒന്നായാൽ അവിടെ നമ്മൾ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് എല്ലാം ദൈവേഷ്ടം മാത്രമായിരിക്കുമെന്ന് സംശയമില്ല. അങ്ങനെ ആയിത്തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം നമ്മെ തന്നെ ദിവസങ്ങളിലേക്ക് സമർപ്പിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ അവിടുന്ന് ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട്, ഞങ്ങളെ ഒരുപാട് കരുതുന്നത് കൊണ്ട്,
സ്വർഗം ചായിച്ചു ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും കുരിശിലെ മരണത്തോളം ഞങ്ങളോടുള്ള സ്നേഹത്തെ അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. കർത്താവേ, കാൽവെടെ മഹോന്നതങ്ങളിൽ അവിടുത്തെ അവസാന തുള്ളി രക്തം വരെയും ഒഴുക്കി ഞങ്ങളോടുള്ള സ്നേഹത്തെ അവിടുന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, ആ സ്നേഹത്തിന് പ്രതിഫലമായി നിന്നെ തിരിച്ചു സ്നേഹിക്കുവാൻ, ആ സ്നേഹത്തിന് പ്രതിഫലമായി നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിൽ ആദ്യകാലങ്ങളിലെ വാക്കുകളിൽ ഉറപ്പില്ലായിരുന്നെങ്കിൽ പിന്നീട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ പൂർണ്ണമായി തയ്യാറായി തന്നെ തന്നെ ബലിയായി കൊടുക്കുന്നതുവരെയും അതിനെ നീക്കിവെച്ചെങ്കിൽ കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും പലപ്പോഴും അങ്ങയേക്കാൾ ഉപരിയായി ഞങ്ങളുടെ ഇഷ്ടങ്ങളെ സ്നേഹിച്ചവരുമാണ്. ഇനി കർത്താവെ, ഞങ്ങളെക്കാൾ ഉപരിയായി, ഈ ലോകത്തെ എന്തിനേക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നിനക്കുള്ളവരായി ജീവിപ്പാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിൻ്റെ ഇഷ്ടത്തെ പൂർണ്ണമായി നിവർത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തെ വേദനപ്പെടുത്തുവാൻ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കർത്താവെ, നിന്നെ വേദനപ്പെടുത്താതെ, നീ ഞങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ, നീ ഞങ്ങളെ ഓർത്ത് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൻ്റെ സാക്ഷികളായി മാറുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. അവിടെ ഞങ്ങൾക്ക് നൽകിയതായ ദിവ്യസ്നേഹത്തെ ഈ ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ സർവ്വതിനും മതിയായവരാണ്. നിൻ്റെ കൃപയാൽ അടിയങ്ങളെ കാത്ത് രക്ഷിക്കണമേ. ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.